ഹായ് കൂട്ടുകാരെ, യെസ് ബാങ്കിൻ്റെ പുതിയ ചാർട്ട്, അതായത് 22ഉം 23ഉം ഓഗസ്റ്റ് 22, 23 ഉള്ള ചാർട്ടാണ് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 21-ാം തീയതി നമ്മൾ പറഞ്ഞത് 20-ാം തീയതിയും 21-ാം തീയതിയും അതൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് തന്നെ വീണ്ടും അതൊരു തിരിച്ച് കയറി വന്നതുകൊണ്ട് 21-ാം തീയതി തന്നെ തിരിച്ച് കയറി വന്നതുകൊണ്ട്, ആ സൈഡ് വേസിനകത്തേക്ക് തന്നെ കയറി വന്നതുകൊണ്ട് വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ ബ്രേക്ക് ഔട്ട് താഴേക്ക് നടന്നതുകൊണ്ട് തന്നെ താഴേക്ക് പോകാം ഉള്ള ചാൻസാണ് കാണുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 22-ാം തീയതി, ഓഗസ്റ്റ് 22-ാം തീയതി നടന്നത് വീണ്ടും ഈ പറയുന്ന സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇതിനകത്തേക്ക് കയറി വീണ്ടും താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരാൻ ശ്രമിക്കുന്നു. എന്നിട്ട് മുകളിലേക്കുള്ള ഒരു ട്രെൻഡിൽ വന്ന് നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് 22-ാം തീയതി അവസാനം. അപ്പോൾ 21-ാം തീയതിയും 20-ാം തീയതിയും ശരിയല്ലേ? 20-ാം തീയതി തൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയതാണ്? സൈഡ് വേസ് മൂവ്മെൻറ്റ് 20-ാം തീയതി ലാസ്റ്റ് തൊട്ട് അല്ലേ? 20-ാം തീയതി ആദ്യം തൊട്ടേ സൈഡ് വേസ് മൂവ്മെൻറ്റ് തുടങ്ങി. പിന്നെ 21-ാം തീയതി ഈ ബ്രേക്ക് ഔട്ട്, ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കാണിക്കുന്നു, അതേപോലെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് കാണിക്കുന്നു. ഇതെന്തിൻ്റെയെങ്കിലുമൊക്കെ സൂചനയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും രണ്ട് ബ്രേക്ക് ഔട്ട് ഈ രീതിയിൽ നടന്നാൽ, അതായത് ഇവിടെ ഒരു ഇത് ഞാനിങ്ങനെ ഫുള്ള് വെച്ച് നോക്കിയപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്, ഇത് താഴേക്കൊരു ബ്രേക്ക് ഔട്ട് നടന്നതുകൊണ്ടാണോ ഇതിങ്ങനെ ഇതുണ്ടോ 23-ാം തീയതി താഴേക്ക് ഇത് നടന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതുകൊണ്ട് ഇവിടെ എല്ലാമൊക്കെ ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നത് കൊണ്ടാണോ ഇത് ഇത്രയും നടന്നതെന്നുള്ളതും ഒരു സംശയമുണ്ട്. അത് ഇനിയും ഈ സെയിം കാര്യങ്ങൾ ഇതേപോലെയൊക്കെ സംഭവിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഏകദേശം അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു തോന്നുന്ന ഡൗട്ടൊക്കെ കുറച്ചും കൂടെ ഒക്കെ നല്ലൊരു സംശയമായിട്ട് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ അത് നോക്കി പോയപ്പോൾ അത് തോന്നിയ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതൊന്നും ഇപ്പോഴേ എടുക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആണ് നമ്മളത് കൂടുതലായിട്ട് നിരീക്ഷിച്ച് പഠിക്കേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ 20-ാം തീയതി സൈഡ് വേസ് മൂവ്മെൻറ്റ് നടന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് 21-ന് ബ്രേക്ക് ഔട്ട് നടന്നു. വീണ്ടും 22-ലെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. അത് ബ്രേക്ക് ഔട്ട് എങ്ങും നടന്നിട്ടില്ല ഇത്രയും ഭാഗത്ത്. അതായത് 22-ാം തീയതി ഒന്നും ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. പകരം 23-ാം തീയതി എന്ത് ചെയ്തു? മുകളിലാണ് ഒരു ബ്രേക്ക് ഔട്ട് രീതിയിലാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് വന്നോ, പിന്നെ അത് താഴേക്ക് വന്ന് ഇവിടെ മുട്ടിയിട്ട് പിന്നെ ഒരു പോക്ക് ഇങ്ങനെ മുകളിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തു, പക്ഷേ തിരിച്ച് ഇവിടെ വന്ന് ഇടിച്ചതിന് ശേഷമാണ് മുകളിലോട്ട് പോകാൻ നോക്കിയത്. പക്ഷെ പോകാൻ നോക്കിയ സാധനം എന്താ സംഭവിച്ചതെന്നുണ്ടോ? ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് മുകളിലേക്ക് കയറി വീണ്ടും പെട്ടെന്ന് തന്നെ താഴേക്ക് അങ്ങ് പോവുകയായിരുന്നു. ഒറ്റ വീഴ്ചയായിരുന്നു താഴേക്ക്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അത് ഞാൻ പല ആൾക്കാരുടെയും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള സംഭവമാണ്. ഇങ്ങനൊരു ബ്രേക്ക് ഔട്ട്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ കയറുന്നു, ഇടിക്കുന്നു, വീണ്ടും തിരിച്ച് വന്ന് ഇടിച്ചിട്ട് മുകളിലേക്ക് പോകുന്ന രീതി പലതിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പോകുന്നു, തിരിച്ച് വന്ന് ഇടിക്കുന്നു, എന്നിട്ട് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഭാഗത്ത് പോയി ഇടിച്ചിട്ടാണല്ലോ ഇത് താഴേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകും എന്നുറപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ഈ ഏരിയയിൽ എത്തുമ്പോഴാണ്
മുകളിലേക്ക് കയറുന്നത് എന്നുള്ളത് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സാധാരണ അങ്ങനെയുള്ള കേസുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഏരിയ ഇടിച്ചിട്ട് തിരിച്ച് കയറുന്നതാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ശ്രദ്ധിക്കണം, ചാർട്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബ്രേക്കൗട്ട് നടന്നു, വീണ്ടും തിരിച്ചിടിക്കുന്നു, എന്നിട്ട് തിരിച്ച് കയറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അവിടെയാണ് ചാർട്ടിൻ്റെ ഒരു പ്രഡിക്ഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഇത് തിരിച്ച് ഒത്തിരി താഴെയായിട്ട് പോയിട്ടില്ല, ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ അത് കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ്ട് ഈ ശരിക്കും ഈ ഒരു റേഞ്ചാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഒത്തിരി താഴേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഇതിനകത്ത് ഈ ഒരു കൺസോളിഡേഷൻ ഏരിയയിലേക്ക് വീണ്ടും തിരിച്ചു കയറാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 22-ാം തീയതിയുള്ള ചാർട്ടിൽ നമ്മുടെ ട്രിക്കുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 22 എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ഇവിടെയാണ് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, ഇതിന് വിക്കില്ലാത്തതുകൊണ്ട് നമുക്കത് അത്ര അക്യുറേറ്റ് ആയിട്ട് എടുക്കാനും പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ട്രിക്കും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ ട്രിക്കിൽ നമ്മൾ പറയാറുള്ള പോലെ 1, 2, 3, 4 റെഡ് ക്യാൻഡിൽസ് തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടുള്ളത്, ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഈ ലോയെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ഈ ക്യാൻഡിൽ. അങ്ങനെയാണെങ്കിൽ ഇത് പകുതിയെങ്കിലും തിരിച്ചു കയറി വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അതുകൊണ്ട് ഈ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇതിൻ്റെ നേരെ പകുതിയിലേക്കെങ്കിലും വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്. ഇങ്ങനെ പകുതി പോകുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതേ ചാർട്ടിൻ്റെ മുൻ ഭാഗങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതും നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടം വരെയെങ്കിലുമൊക്കെ കയറി വരാനേ ഉള്ളൂ ഇതിൻ്റെ ചാൻസ്. അപ്പോൾ തന്നെ പകുതിയാകും എന്നാണ് തോന്നിയത്. ഓക്കെ അല്ലേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ പകുതിയാകുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി വേറെ 2 കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതുതായിട്ട് 2 കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പകുതി വരെ വരുമെങ്കിലും നമ്മൾ നോക്കേണ്ട മറ്റ് 2 ചാർട്ടുകളെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം നമുക്ക് ആരുടെ നോക്കണം, നിഫ്റ്റിയുടെ നോക്കണം. അപ്പം നമ്മൾ നോക്കേണ്ടത് 22-ാം തീയതി അല്ലേ, 22-ാം തീയതി രാവിലത്തെ ഒരു മൂവ്മെൻ്റാണ്. ഇത് 10 മിനിറ്റ് ചാർട്ട് ആയതുകൊണ്ട് 9:15 ടു 9:25 വരെയും പിന്നെ 9:35 വരെയും അല്ലേ, 9:45 ആ ഒരു ക്യാൻഡിൽ തൊട്ടാണ് അവിടെ തുടങ്ങുന്നത്. അപ്പം നമുക്ക് നിഫ്റ്റിയിലും പോയി ഇതേ സമയം എന്താണ് നടന്നതെന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ചാർട്ടിൽ ഈ ചാർട്ട് തിരിച്ച് കയറി വരുന്ന ഒരു പ്രതീതി നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 23-ാം തീയതിയുള്ള ചാർട്ട് എടുക്കുന്നു. ആ ചാർട്ടിൽ ഈ ഭാഗം എത്രാമത്തെ ക്യാൻഡിലാണെന്ന് കൂടെ നോക്കിയേക്കാം. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ തൊട്ട് അല്ലേ 1, 2, 3, 4 മൂന്നാമത്തെ ക്യാൻഡിൽ തൊട്ട് 4 എണ്ണം താഴേക്കായിരുന്നു. എന്നിട്ട് 4 എണ്ണം താഴേക്ക്, പിന്നെ തൊട്ടടുത്ത ക്യാൻഡിൽ തൊട്ടാണ് മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ മുകളിലേക്ക് കയറുമോ എന്നുള്ളതാണ് നിഫ്റ്റിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏകദേശം 2 ചാർട്ട് കഴിഞ്ഞിട്ട് 4 ചാർട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ 23-ാം തീയതി ഓക്കെ, ആദ്യത്തെ 2 ആദ്യത്തെ 2 ക്യാൻഡിലാണിത്. അതിനുശേഷമുള്ള 4 ക്യാൻഡിൽസ് അതിൽ താഴേക്കായിരുന്നു. ഓക്കെ, അപ്പം ആദ്യത്തെ 4 ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ ഈ 4 ക്യാൻഡിൽസിൻ്റെ ഈ ഒരു ഏരിയ താഴേക്കായിരുന്നു അവർക്ക്.
ശരിയല്ലേ? എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയിലെ ആദ്യത്തെ 3 ക്യാൻഡിൽ താഴേക്ക് ആയതുകൊണ്ട് ആ ഒരു കാര്യം അവിടെ റിഫ്ലക്റ്റ് ചെയ്തായിരിക്കാം പിന്നീടുള്ള 4 ക്യാൻഡിൽസിൽ. അതിനുശേഷം ഇത് കീറുന്നതായിട്ടാണ് കണ്ടത്. ശരിയല്ലേ? ഇനി നമുക്ക് അതേ സമയം വെച്ചൊന്ന് കൃത്യമായി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ക്യാൻഡിൽ അവിടെ കീറി, പിന്നീടുള്ള 4 ക്യാൻഡിൽസ് അവിടെ ഇറങ്ങി അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഇറക്കമായിരുന്നു. ശരിയല്ലേ? 4 ക്യാൻഡിൽസ് ഇറങ്ങി. 4 ക്യാൻഡിൽസ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് കയറാൻ തുടങ്ങിയത്. അപ്പം നോക്കൂ, ആദ്യത്തെ 2 ക്യാൻഡിൽ വിടുക, ബാക്കി 4 ക്യാൻഡിൽസും വിടുക. പിന്നെ വന്നേക്കുന്ന ക്യാൻഡിൽസ് അല്ലേ, ഈ 4 ക്യാൻഡിൽസിന് ശേഷമുള്ള ക്യാൻഡിൽ എന്താണ്? ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉറപ്പിക്കാതെ തിരിച്ച് കയറാനുള്ള ചാൻസാണ്. ഈ ക്യാൻഡിലും കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും കുറച്ചും കൂടി നല്ലൊരു ശതമാനം ഉറപ്പിക്കാം അത് തിരിച്ച് കയറുമെന്ന്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തിട്ടുണ്ടോ, തിരിച്ച് വീണ്ടും കയറിയിട്ടുള്ളതായിട്ടാണ് നിഫ്റ്റി കാണിക്കുന്നത്. അപ്പം നമുക്കവിടെ ഉറപ്പായിട്ടും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? ഇതേ സംഭവം തന്നെ എവിടെയും നടക്കണം, ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കിയേക്കണം. അപ്പം കുറച്ചും കൂടെ നമുക്ക് ആക്യുറേറ്റ് ആക്കാൻ പറ്റും. അതും നമ്മൾ ഈ പറയുന്ന പോലെ 23-ാം തീയതിയുള്ള ആ ഒരു ഭാഗം എടുത്തു നോക്കുക. 23-ാം തീയതി കണ്ടോ, ഈ ചാർട്ടാണ് 23-ാം തീയതിയുള്ള. എനിക്കൊന്ന് ഇതിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആദ്യത്തെ 3 ചാർട്ട് എന്തായിരുന്നു? താഴേക്കായിരുന്നു. ഇതിൻ്റെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു കാര്യമായിരിക്കാം അവിടെ റിഫ്ലക്റ്റ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ നമ്മൾ 2 ക്യാൻഡിൽ ഒഴിവാക്കുന്നു. അതിനുശേഷമുള്ള ബാക്കി 4 ക്യാൻഡിൽസ് എടുക്കുന്നു. ഈ 4 ക്യാൻഡിൽസിലെ 4-ാമത്തെ ക്യാൻഡിൽ അല്ലേ, ഇതെല്ലാം നല്ല രീതിയിൽ താഴേക്ക് പോയ ക്യാൻഡിൽസാണ്. ഈ 4-ാമത്തെ ക്യാൻഡിലും എന്താണ്? താഴേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ അതവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ 4 എണ്ണം കഴിഞ്ഞുള്ള ക്യാൻഡിൽസിനാണ് പ്രാധാന്യം അല്ലേ. ഇവിടെ വെച്ചിട്ടാണ് ഈ ക്യാൻഡിൽ തൊട്ടാണ് യെസ് ബാങ്കിൻ്റെ ആ സമയത്ത് അല്ലേ, ഈ സമയത്തുള്ള ക്യാൻഡിൽ കയറാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയും ഒരു കയറ്റമാണല്ലോ കാണിച്ചു തരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എന്ത് തന്നെയാണ് കാണിക്കുന്നത്? കയറ്റമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? യെസ് ബാങ്കിൻ്റെ ആ ഒരു സമയത്തുള്ള ക്യാൻഡിൽസും എന്ത് ചെയ്യും? കയറും അല്ലേ. കയറുമെന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം നോക്കൂ, ഈ ഒരു സമയത്ത് നമ്മൾ ഈ ചാർട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി വരെയെങ്കിലും കയറും. അതുതന്നെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ കുറച്ച് കാര്യങ്ങളിൽ നിന്നും കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിച്ചു. അതായത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയെങ്കിലും കയറി വരുമെന്ന് പറഞ്ഞു. എങ്കിലും അത് പിന്നോട്ട് നോക്കണമെന്നായിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നീട് മീൻസ് ഈ പകുതിയിലേക്ക് കയറുമ്പോൾ ഒന്നെങ്കിൽ പകുതിയുടെ പകുതി അല്ലെങ്കിൽ പകുതിയിലേക്കെങ്കിലും തിരിച്ച് കയറി വരും. അങ്ങനെ അത് എത്രത്തോളം കയറി വരുമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ചാർട്ടിൻ്റെ മുൻപുള്ള ചാർട്ടുകളെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാകുമെന്നുള്ള കാര്യം പറഞ്ഞു. അതായിരുന്നു നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു കാര്യം. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ഈ ഒരു കാര്യം, അതായത് തിരിച്ച് കയറുന്ന കാര്യത്തെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി മൂന്നാമതായിട്ട് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടി വെക്കേണ്ട കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഇവിടെ 3 ക്യാൻഡിൽസും നല്ല കയറ്റമായിരുന്നു കയറിയത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമ്മളും കണ്ടതാണ്, നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ. നിഫ്റ്റിയിലും ഇതേ സ്ഥലത്ത്, അവിടെ പോയി നിഫ്റ്റിയിലും ഇതേ സ്ഥലത്ത് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ തിരിച്ചൊരു ഇറക്കം എപ്പോഴെങ്കിലും ഉണ്ടാവും അല്ലേ. ഈ ഒരു സംഭവത്തിൻ്റെ പകുതിയെങ്കിലും തിരിച്ചിറങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇവിടെയും ആ ഇറക്കം ഉണ്ടോ എന്ന് നോക്കുക. 23 ബാങ്ക് നിഫ്റ്റിയിലും ആ ഇറക്കം ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ശരിയല്ലേ. ആ ഇറക്കം
എവിടെയും സംഭവിക്കും? തിരിച്ച് യെസ് ബാങ്കിൽ വന്ന് നോക്കുവാണെങ്കിൽ, അല്ലേ, യെസ് ബാങ്കിൽ വന്ന് നോക്കുവാണെങ്കിൽ ആ ഇറക്കം ഇവിടെയും സംഭവിക്കും. അവിടെ പോയി നമ്മുടെ ചാർട്ട് കണ്ടോ, ഈ ഒരു കയറ്റം. അപ്പോൾ ഇത്രയല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ സാധനം തിരിച്ചു വരും എന്ന് നമ്മൾ ഉറപ്പിച്ചു. പകുതിയിലേക്ക് വരുന്ന സമയത്ത് ദാണ്ട് ഈ ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏരിയ പരിഗണിച്ചോണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്, പിന്നെ അതേപോലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ നല്ല രീതിയിൽ താഴേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഈ പകുതിയും കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന ഒരു ടെൻഡൻസി കാണിക്കും. എന്തായാലും ഇവിടെ അതും കഴിഞ്ഞിട്ട് താഴേക്ക് ഒത്തിരി പോവുകയായിരുന്നു കണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു നല്ല വീഴ്ച വീണ് കഴിഞ്ഞാൽ അതെവിടെ തിരിച്ച് കയറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വെച്ചിട്ടൊക്കെ ഒന്നുറപ്പിക്കുന്നത് നല്ലതാണ്. ഇനി ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ദാണ്ട് ഈ ഏരിയ ഇവിടെ തൊട്ട് നല്ലൊരു വീഴ്ച വീണിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതിയിലേക്ക് വരാം. പകുതിയിലേക്ക് വരുമ്പോൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇത് തിരിച്ച് കയറി വരുന്നു, വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് കയറുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിക്ക് സ്കോപ്പില്ല. പിന്നെ ഇവിടെ ഒരു നല്ലൊരു കയറ്റം കയറുന്നുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് വേണം. മീൻസ് കുറേ നല്ല രീതിയിലുള്ള ക്യാൻഡിൽസ് കയറുവാണെങ്കിൽ, മീൻസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൂടുതലായിട്ട് എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് നോക്കി പോകുന്നത് കൊണ്ട് ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതേപോലെ ഇവിടെ നല്ല കയറുന്നുണ്ട്. ഓക്കെ, നല്ലത് കയറുന്ന സമയത്ത് ഇറങ്ങുന്നുമുണ്ട്. പിന്നെ ഒരു കൺസോളിഡേഷൻ പോലെ നിൽക്കുന്നു, പിന്നെ ഒരു കയറ്റം കാണിക്കുന്നു, അല്ലേ? ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് 23-ാം തീയതി അവസാനം, 22-ാം തീയതി ആയിരുന്നു ഇത്രയും നേരം സംഭവിച്ചത്, ഇല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്യാൻഡിലൊക്കെ 23 വെച്ച് നോക്കി. 22-ൽ എന്താ സംഭവിച്ചത്? 22-ൽ നോക്കിയാലും ആദ്യത്തെ 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ക്യാൻഡിൽസ് അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഇത് കയറുന്നതായിട്ടാണ് കാണുന്നത് നിഫ്റ്റിയിൽ. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും 22-ാം തീയതിയുള്ള ആദ്യത്തെ 2 ചാർട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ചാർട്ട് അതിനുശേഷവും കയറുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഉള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും ഇത് സംഭവിക്കുന്നുണ്ട്, സാധൂകരിക്കുന്ന രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കണ്ട. ഓക്കെ, പിന്നെ 23-ാം തീയതിയുള്ള ചാർട്ടിലേക്ക് പോയാൽ ഇവിടെ തൊട്ടാണ് 23-ാം തീയതിയുള്ള ചാർട്ട് നടക്കുന്നത്. പോയാൽ ഇത്രയും ഒരു ലെങ്തി രീതിയിൽ ആ ചാർട്ടിൻ്റെ ക്യാൻഡിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലെങ്തി പോയത്? ഇവിടെ എല്ലാം മീൻസ് ഈ ഏരിയയിൽ ഒത്തിരി ആൾക്കാർ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു, അല്ലേ? വാങ്ങാൻ വേണ്ടി ശ്രമിച്ച് മൊത്തം വാങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇവിടെ എല്ലാം വിൽക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശരിയല്ലേ? ഇവിടെ ആൾക്കാർ വാങ്ങാൻ ശ്രമിച്ചു എങ്കിലും ആ ഏരിയയിൽ ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്തു? വിൽക്കാനായിട്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ വിറ്റതിൻ്റെ ഫലമായിട്ട് ഇതെന്ത് ചെയ്തു? തിരിച്ചിവിടെ വന്നു. അപ്പോൾ ഇനിയും ആൾക്കാർ വിൽക്കാനുണ്ടാകും എന്ന് നമ്മളൊന്ന് മനസ്സിൽ കരുതി വെക്കുക. അതുകൊണ്ടാണ് ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും വിൽപ്പന നടന്നത്. ശരിയല്ലേ? അങ്ങനെ ഒത്തിരി ആൾക്കാർ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വാങ്ങാനുള്ള ടെൻഡൻസിയേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒത്തിരി വിൽപ്പന നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിൽപ്പനയ്ക്കുള്ള ചാൻസ് അവിടെ കൂടുതലാണെന്ന് ഒരു അലേർട്ടായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓർക്കുക, എന്താണ് സംഭവിച്ചത്? 23-ാം തീയതി ആദ്യം തന്നെ നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ വാങ്ങാനുള്ള ആൾക്കാരെക്കാട്ടിലും, അല്ലേ, ഇത് നല്ല വിക്കല്ലേ താഴെ മുകളിലേക്ക് സംഭവിച്ചത്. അപ്പം ഇവിടം വരെയും വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും നല്ല രീതിയിൽ ആൾക്കാർ വിറ്റ് വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടു. ശരിയല്ലേ? പിന്നെയും നോക്കിയേ, പിന്നെയും വിൽപ്പന കൂടുകയായിരുന്നു ചെയ്തത്. പിന്നെയും ആൾക്കാർ പഴയ പോലെ ഇവിടെ ഇങ്ങനെ വിൽപ്പന കൂടുതൽ നടന്നതുകൊണ്ട് ആൾക്കാർ വാങ്ങാൻ ശ്രമിച്ചാണ് വീണ്ടും കയറാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇവിടെയെല്ലാം നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങുകയുണ്ടായി. വീണ്ടും ഇവിടെ ചെന്നപ്പോൾ ഇത്രയും വാങ്ങി കയറിയതാണ്. വീണ്ടും ആ ഏരിയയിലെത്തിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി?
ആൾക്കാർ വിൽക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ വിൽപ്പനയ്ക്ക് ആൾ കൂടുതലുള്ളതായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇപ്പം വീണ്ടും വാങ്ങി അല്ലേ, അപ്പം പഴയതിനെക്കാട്ടിലും, അതായത് ഇവിടെ ആൾക്കാർ വിറ്റതിനെക്കാട്ടിലും ഒരു കൂടുതൽ ആൾക്കാർ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും വിൽപ്പനയ്ക്കുള്ള ടെൻഡൻസി കൂടുകയാണ്. ശരിയല്ലേ? അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ വീണ്ടും ചാർട്ട് എന്ത് ചെയ്തു, വിൽക്കാനായിട്ട് വീണ്ടും തിരിച്ച് ആ വിൽപ്പന എന്നുള്ള ഒരു ഏരിയ കൂടി, വീണ്ടും ആൾക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നു, വീണ്ടും വിൽപ്പന കൂടുകയാണ്. അപ്പോൾ നമ്മൾ കരുതേണ്ടത് ഈ ഒരു ഏരിയയിൽ, അതായത് 23-ാം തീയതി ഉള്ള ചാർട്ടിൻ്റെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ വിൽപ്പനക്കാരുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിന് ശേഷമാണ് നല്ല രീതിയിൽ ഇത് ആൾക്കാർ വിറ്റ് ചാർട്ട് എന്ത് ചെയ്യുന്നു, ഒത്തിരി നല്ല താഴേക്ക് പോയി. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വിൽപ്പന നടന്നിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട വിൽപ്പനയല്ല ഇവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചെന്ത് സംഭവിക്കും? ഇനി വിൽപ്പനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ തിരിച്ച് വീണ്ടും വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടം വരെ കയറും? വീണ്ടും ഇതിനകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. വിൽപ്പനക്കാർ പൂർണ്ണമായിട്ടും ഇതിനകത്ത് വിറ്റ് കഴിഞ്ഞോ എന്നുള്ളതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിലൊരു വിൽപ്പന നടന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇതെന്ത് ചെയ്യണം, പകുതിയിലേക്കെങ്കിലും തിരിച്ചൊന്ന് കയറുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. ഇവിടം തൊട്ട് അല്ലെങ്കിൽ ഇവിടം തൊട്ട് നല്ല രീതിയിൽ ഇവിടം വരെയും എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ വിറ്റിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ തിരിച്ചുറപ്പായിട്ടും അത് ഈ ഒരു ഏരിയക്കെങ്കിലും തിരിച്ച് കയറി വരണം. നേരെ ഇതിൻ്റെ നമ്മൾ പകുതിയാണ് പറയുന്നത്, പക്ഷേ ഇവിടെ മുൻപിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24.50 ഈ ഒരു പോയിന്റിലേക്ക് അല്ലേ തിരിച്ചത് കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കയറി നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിലൊക്കെ 60-ലേക്കൊക്കെ തിരിച്ച് വീണ്ടും കയറി വരാനുള്ള ഒരു ചാൻസ് കാണുന്നുള്ളൂ. എന്തായാലും 24.50-ലേക്ക് ഇത് തിരിച്ചു വരികയും വീണ്ടും പഴയ പോലെ ഈ റേഞ്ചിനകത്ത് കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്തേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, പിന്നെന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് മാർക്കറ്റ് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അതേ 23-ൽ നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ നിഫ്റ്റിയിൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലും, അതായത് ഇനി 26-ാം തീയതിയാണ് മാർക്കറ്റുള്ളത്. ശരിയല്ലേ? നോക്കട്ടെ, 26-ന്, അതെ 26-ാം തീയതിയാണ് മാർക്കറ്റുള്ളത്. ആ മാർക്കറ്റിലും ഇത് കൺസോളിഡേറ്റ് ചെയ്യാനാണ് ചാൻസ്. കാരണം നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 23-ാം തീയതിയും കൺസോളിഡേഷനാണ്, 22-ാം തീയതിയും കൺസോളിഡേഷനാണ് നടന്നിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ വീണ്ടും അത് ബ്രേക്ക് ചെയ്യണമല്ലോ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിഫ്റ്റിക്ക് എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. നമുക്ക് മുകളിലേക്കാണോ താഴേക്കാണോ എന്നൊക്കെയുള്ള കാര്യം പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഗ്യാപ്പ് ഇത് വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താഴോട്ട് വരും എന്നുള്ള ഒരു കാര്യമൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഈ കൺസോളിഡേഷൻ വീണ്ടും ആവർത്തിച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താലേ പിന്നെ നമുക്ക് പറയാനൊക്കത്തില്ല എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യെസ് ബാങ്കിൻ്റെ ആ ചാർട്ടിലും 26-ാം തീയതി കൺസോളിഡേഷൻ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ 23-ാം തീയതി അവസാനം അതവിടെയും സെയിം കാര്യം തന്നെയാണ് സംഭവിച്ചത്. 22-ാം തീയതി തൊട്ട് മുകളിലേക്ക്, അതുവരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാർട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് സാധാരണ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതൊന്ന് തിരിച്ചു വരുന്ന ഒരു ചാൻസ് ഞാൻ കാണാറുണ്ട് പലതിലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ചാർട്ട് താഴേക്ക് വന്നിട്ട് കയറിപ്പോകുന്ന രീതിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ നടക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് മീൻസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ഇങ്ങനെ കയറി 22-ാം തീയതി കയറി, പിന്നെ അത് കൺസോളിഡേഷനിലേക്ക് പോവുകയാണ്.
ഈ ഒരു ഏരിയയിൽ കടന്ന് പിന്നെ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെയും അന്നേരം കൺസോളിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് യെസ് ബാങ്കിലും കൺസോളിഡേഷൻ നടക്കാം. പിന്നെ ഈ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇത് താഴേക്ക് വരുവാണെങ്കിൽ അവിടെയും നിഫ്റ്റിയിലും ഒക്കെ അതൊരു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും ഒത്തിരി താഴേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ നോക്കാം.